ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 10th CBSEയുടെ ഫിസിക്സ്, അതായത് ചാപ്റ്റർ ഏതായാലും നമ്മൾ എടുത്തുകൊണ്ടിരുന്ന വെച്ചത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ് കോയിൽ മാഗ്നറ്റിക് എക്സ്പെരിമെൻറ്റ്, കോയിൽ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇത്രയാണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത്രാളും പഠിച്ചിരുന്നത് എന്തായിരുന്നു, എങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം എങ്ങനെ നമുക്ക് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കറണ്ടൊക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടൊക്കെ എങ്ങനെയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ബേസ് ചെയ്ത് അവിടെ നമ്മളൊരു കറണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ നമുക്ക് ആ കറണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് എ കറണ്ട് in a conductor when there is a change in magnetic flux. Okay, it is the phenomenon of inducing current in a conductor when there is a change in magnetic flux or magnetic field in a conductor. ഒരു കണ്ടക്ടറിൻ്റെ സറൗണ്ടിങ് റീജിയണിൽ അല്ലെങ്കിൽ ആ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ കണ്ടക്ടറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൺസെപ്റ്റ് പറയുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അതായത് whenever there is a change in magnetic field, a current will be induced in the conductor. ഇങ്ങനെയും പറയാം. ഓക്കെ, this phenomenon is known as what is it, electromagnetic induction. ക്ലിയർ ആണോ? ഓക്കെ, whenever there is a change in magnetic field, a current will be induced in the conductor. Okay, that phenomenon is known as എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, നമ്മളിവിടെ വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നുള്ള കൺസെപ്റ്റും ഒക്കെ അതുവഴിയാണ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു, അതിനെ നമ്മൾ നാളെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള വേർഡായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അതൊക്കെ അതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് ഇപ്പം വേണ്ട, അതൊക്കെ നിങ്ങൾ 12th ആകുമ്പോഴേക്കും നിങ്ങൾ പഠിക്കും. എനിവേ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, whenever there is a change in magnetic field, a current will be induced in the conductor. This phenomenon is known as what is it, electromagnetic induction. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു മാഗ്നറ്റ് എടുത്തു. ഓക്കെ, അതായത് ഒരു നോർത്ത്, ഇവിടെ ഒരു സൗത്ത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായാലും നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവുമല്ലോ ഫുൾ ടൈം അല്ലേ. എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇതാണ് എൻ്റെ കണ്ടക്ടർ എന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടറിനെ ഞാൻ ഇതിലൂടെ, ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യോ? ഇല്ല, കാരണം ഇത് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പക്ഷേ ഈ ആക്സിൽ പോയാലും അതുപോലെ തന്നെ ഈ ആക്സിൽ വന്നാലും ഈ രണ്ട് ആക്സിലും എന്താണ്, അതായത് ഇങ്ങനെ വന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യില്ല, ഇങ്ങനെ മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടില്ല, കാരണം ഇത് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതും അതുപോലെ തന്നെ ഈ മൂവ്മെന്റും എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കണ്ടക്ടർ മൂവ് ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രോൺസ്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ രണ്ട് എൻഡ്സിലും, ഓക്കെ, ഈ എൻഡിലുമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡയറക്ഷൻ ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. അതിനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം ക്ലിയർ ആണോ ഇൻഡക്ഷൻ എന്താണ്? അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്താൽ, ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. എവിടെ? കണ്ടക്ടറിൽ. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് വാട്ട് ഈസ് ഇറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ അല്ലേ? ഇതിപ്പം ഞാൻ ചെറിയൊരു ഡയഗ്രാം വരച്ചത് നമുക്കിതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫാരഡേസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രാം ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം ഫാരഡേസിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് എന്ത്, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇത് ബേസ് ചെയ്ത് നമുക്ക് ഇതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സോളിനോയിഡ് കോയിൽ കൺസ്ട്രക്ട് ചെയ്തു.
ഈ സോളിനോയിഡ് കോയിലിനെ ഒരു ഗാൽനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗാൽനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽനോമീറ്റർ നിങ്ങൾക്ക് അറിയാം, വാട്ട് ഇസ് എ ഗാൽനോമീറ്റർ? ഗാൽനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽനോമീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഗാൽനോമീറ്റർ അല്ലെ. ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കാണിക്കും. അതിന്റെ നീഡിൽ നമ്മൾ സീറോയിൽ സെൻട്രലായിരിക്കും. ദെൻ കറണ്ടിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണെന്ന് ബേസ് ചെയ്ത് അതെന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. വെൻ ദ കറണ്ട് ഈസ് മൂവിങ് ഇൻ ദ എന്താണ് ഇവിടെ ഇൻ ദിസ് ഡയഗ്രാം, വെൻ ദ കറണ്ട് ഈസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ത് സംഭവിക്കും? ദ നീഡിൽ വിൽ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ക്ലിയർ? Then when the current is in the clockwise direction, the needle deflected towards left. Okay, ഇതാണ്. അപ്പോൾ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. എന്താണ്? ഒരു പ്രസൻസ് ഓഫ് കറണ്ട് ഉണ്ടായ. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മളിവിടെ ജി എന്നാണ് ജനറലി ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ആരോ വെച്ചും റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഗാൽനോമീറ്റർ കാണിക്കുന്നത്. ഓക്കെ, രണ്ടിടത്തേക്കും ഡിഫ്ലക്ഷൻ കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുവാണ്? ഒരു മാഗ്നറ്റിനെ ഇതിനടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ, ഒരു സോളിനോയിഡ് കോയിൽ ഉണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിന്റെ സറൗണ്ടിങ് റീജിയൻസിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ. ഇതുപോലെ കുറേ ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ ഫീൽഡ് ലൈൻസ് ഇതേപോലെ പാസ് ചെയ്യുന്നുണ്ട്, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മാഗ്നറ്റിനെ വെൻ യു ആർ മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ, ഈ മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഓരോ കോയിലും എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ കട്ട് ചെയ്യും അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്താൽ ഇതിൽ കുറേ കോയിൽസ് ഉണ്ടാവില്ലേ, ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ദൂരെ അല്ല, നമ്മൾ അടുത്തടുത്ത് വളരെ നിയർ ബൈ ആണ്. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് വളരെ നിയർ ബൈ ആയിട്ട് ഇങ്ങനെ വളരെ അടുത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കോയിൽസ് ഓരോന്നും എന്ത് ചെയ്യും? ഈ ടേൺസ് ഓരോന്നും എന്ത് ചെയ്യും? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മളിപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അതായത് ഈ സോളിനോയിഡ് കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ പറഞ്ഞ മാഗ്നറ്റ് വെൻ ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ, ഇറ്റ് വിൽ creates a current inside the solenoid, or due to electromagnetic induction a current will be generated inside the solenoid and that flows through the conductor. Okay, ഇവിടെ എങ്ങനെയായിരിക്കും കറണ്ട് മൂവ് ചെയ്യുന്നത്? ഈ എൻ്റെ നോർത്ത് ആണെങ്കിൽ ഓക്കെ നമുക്ക് ദെൻ കറണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, കറണ്ട് ഈ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ എൻ്റെ നോർത്ത് ആണെങ്കിൽ ഈ ഫേസ് നോർത്തായിട്ട് തന്നെ വരണം. ഓക്കെ, അത് റൂളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഈ എൻ്റെ നോർത്ത് ആവും. നോർത്ത് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നമ്മൾ പണ്ട് ക്ലോക്ക് റൂൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കറണ്ട്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോയി ഇവിടത്തിലേക്ക് വരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദ നീഡിൽ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് റൈറ്റ്. എന്ത് ചെയ്യും? നീഡിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം വെൻ ദ മാഗ്നറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ, എ കറണ്ട് ഈസ് generated or induced in the solenoid coil, and thereby the galvanometer shows a deflection in a particular direction. Here it is towards right. Okay, clear ആണോ പറഞ്ഞത്? ഓക്കെ, ഇനി ഈ മാഗ്നറ്റ് ഞാൻ ഇതിൻ്റെ ഇൻസൈഡിൽ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്തു. സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും? when the magnet is inside or outside, it is and the velocity v is equal to 0. Okay, and v is equal to 0 ആണെന്ന് ചോദിക്കുക. അതായത് there is no relative motion between the magnet and the coil. ഓക്കെ, ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കിയിട്ട് കോയിൽ മൂവ് ചെയ്താലും നടക്കും. ഓക്കെ, എനിവേ ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ മൂവ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡ് തന്നെ നമ്മൾ ആദ്യം മൂവ് ചെയ്തതിനു ശേഷം അവിടെ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഫീൽഡ് ലൈൻസിനെ എന്ത് ചെയ്യുന്നില്ല? ബ്രേക്ക് ചെയ്യുന്നില്ല. കാരണം അത് സ്റ്റേഷനറി ആണ് അല്ലേ. മൂവ് ചെയ്താൽ മാത്രമല്ലേ ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഇതിന്റെ ഇൻസൈഡ് സ്റ്റേഷനറി ആക്കി വെക്കുമ്പം ഇറ്റ് വിൽ കം ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷനിലേക്ക് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ വരും. ആൻഡ് വിച്ച് ഷോസ് ദാറ്റ് there is no change in magnetic field and no current is induced in the coil. കോയിലിൽ കറണ്ട് ഒന്നും ഇൻഡ്യൂസ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് കേസ് എന്തായിരിക്കും? നമ്മൾ ഈ ഇൻസൈഡ് മൂവ് ചെയ്ത മാഗ്നറ്റിനെ എന്ത് ചെയ്യണം? ഔട്ട്സൈഡിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. ഓക്കെ, when it is moving out of the സോളിനോയിഡിനകത്തു നിന്നും എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിനെ when it is moving away from the coil, കോയിലിൽ നിന്നും ദൂരേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് കാണുന്നത് എന്താണെന്നറിയോ? എന്ത് സംഭവിക്കും? ഈ ദിസ് നീഡിൽ വിൽ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ആൻഡ് വിച്ച് ഷോസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ്
റിവേഴ്സ്ഡ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. എല്ലാം കൂടെ ഞാൻ വരയ്ക്കുന്നില്ല, ഒരൊറ്റ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് ബാക്കിയുള്ള നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ഈ നീഡിലിനെ ഈ മാഗ്നറ്റിനെ വെൻ ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ സോളിനോയിഡ് എന്ത് സംഭവിക്കും? The current will be current induced in the coil will be in the reverse direction. That means when the direction of the relative motion of the magnet and the coil is reversed, the direction of current induced in the coil also gets reversed. Okay, ഇത്രയും കാര്യങ്ങളാണ് ആരുടെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ? ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റും, ആ കറണ്ട് ഇവരുടെ റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ 0 ആണെന്നും, അതുപോലെ തന്നെ വെൻ ദ മോഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എക്സ്പെരിമെന്റിന്റെ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് എന്താണ്? എഴുതാൻ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എഴുതാ. When the magnet is moving towards the coil, the galvanometer shows deflection in a particular direction. Which indicates that a current is induced in the coil. Due to the change in magnetic field എന്ന് എഴുതിയാൽ മതി. നിങ്ങളിപ്പം 10th നിങ്ങൾക്ക് ഫീൽഡ് എന്നുള്ള ഫ്ലക്സ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നില്ല. സോ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദെൻ second one, when the magnet and the coil is in stationary state, there is no change in magnetic field and no current is induced in the coil. Okay, and then the third point, when the relative motion of the magnet or the coil is reversed, the relative motion of the magnet or coil is reversed, the current induced in the coil also gets reversed. Okay, clear ആണല്ലോ? അപ്പോൾ 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ദെൻ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് കോയിൽ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് റബ്ബ് ചെയ്യുവാണ്. എല്ലാവരും ഡയഗ്രാം വരച്ചു എന്ന് കരുതുന്നു. ഇനി വരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കിയിട്ട് വരച്ചെടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോയിൽ എക്സ്പെരിമെന്റ്. കോയിൽ എക്സ്പെരിമെന്റ്. ഓക്കെ, ഫാരഡേസിന്റെ സെക്കൻഡ് എക്സ്പെരിമെന്റ് ആയിരുന്നു കോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മളിപ്പം കണ്ടത്, അതായത് ഫസ്റ്റത്തെ എക്സ്പെരിമെന്റിൽ കണ്ട കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? കോയിലും മാഗ്നറ്റും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ കോയിൽ എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തില്ല? റിലേറ്റീവ് മോഷൻ ഇല്ല. ഓക്കെ, എന്നിട്ടും എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫ്ലക്സിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരുന്നു അല്ലേ? എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എന്ത് ചെയ്തെന്നറിയോ? ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റിംഗ് സിലിണ്ടറിക്കൽ മെറ്റീരിയൽ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിലേക്ക് ഇച്ചിരി നീട്ടം കൂട്ടാം. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ പൈപ്പ് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഇതിലേക്ക് ആദ്യത്തെ എൻഡിൽ ഒരു സോളിനോയിഡ്, ഇവിടെ ഒരു സോളിനോയിഡ് കണക്ട് ചെയ്തു. നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു സിലിണ്ടറിക്കൽ പൈപ്പ് കൺസിഡർ ചെയ്തു. അതിലെന്ത് ചെയ്തു?
ലാർജ് നമ്പർ ഓഫ് കോപ്പർ വൈൻഡിങ്സ് വൗണ്ട് ചെയ്തിരിക്കുകയാണ് ഒരു സോളിനോയിഡ് സ്ട്രക്ചറിൽ. എന്ത് ചെയ്തു, അതിൻ്റെ എൻഡ് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു കീ ഉണ്ട്, ദെൻ ഒരു റിയോസ്റ്റാറ്റിലേക്കും കണക്ട് ചെയ്തു. ഓക്കെ, റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യാനാണ്. ദെൻ കീ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സെൽ. ഓക്കെ, ബാറ്ററി. ഓക്കെ, ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്, കീ ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ സെക്കൻഡറിയിൽ നമുക്ക് ഇതുപോലെ തന്നെ കോയിലുണ്ട്. ഓക്കെ, ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, പുള്ളി എന്ത് ചെയ്തു, കോയിൽ എക്സ്പെരിമെന്റിൽ ഇവിടെ നമുക്ക് എന്താണ് മൂവിങ് പാർട്ടുകൾ ഒന്നുമില്ല അല്ലേ, ഇവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ലല്ലോ. നോക്കിയേ, രണ്ട് കോയിൽസ് എന്ത് ചെയ്യുകയാണ്, ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ത് ചെയ്യുക, വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് കോയിലിനെ വിളിക്കുന്ന പേര് പ്രൈമറി എന്നും സെക്കൻഡ് കോയിലിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി എന്നും വിളിക്കും. ഓക്കെ, സെക്കൻഡറി കോയിലും പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ. ഓക്കെ ആണല്ലോ. ഇനി പ്രൈമറി കോയിലിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പ്രൈമറി കോയിലിൽ ഒരു ബാറ്ററി ഉണ്ട്, ഒരു കീ ഉണ്ട്, ദെൻ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്. റിയോസ്റ്റാറ്റ് എന്താണെന്ന് അറിയാമല്ലോ, ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡറിയിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ഗാൽനോമീറ്റർ മാത്രമുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി, സെക്കൻഡറിയിൽ എന്തെങ്കിലും കറണ്ട് ജനറേറ്റ് ചെയ്താൽ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഗാൽനോമീറ്റർ വെച്ചിരിക്കുന്നത് അല്ലേ. ദെൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, സെല്ല് കണക്ട് ചെയ്യാം, റെസിസ്റ്റൻസ് വേരി ചെയ്യാം. ആയിക്കോട്ടെ. ദെൻ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്യും, അത് കഴിഞ്ഞ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്വിച്ച് എന്ത് ചെയ്യുവാണ്, ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി അതിലൂടെ എന്ത് ചെയ്യും, കറണ്ട് സ്റ്റാർട്സ് ടു ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. ഈ കോയിലിലൂടെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും അല്ലേ. കറണ്ട് ഫ്ലോ ചെയ്ത് ഇതേപോലെ ഫ്ലോ ചെയ്ത് തിരിച്ചിപ്പുറത്തേക്ക് വരും ആണല്ലോ. ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ എനിവേ ഈ കണ്ടക്ടറിലൂടെ ഈ പറഞ്ഞ പോലെ കറണ്ട് പാസ് ചെയ്യുമ്പം, ഇതൊരു സോളിനോഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിലെല്ലാം, ഓക്കെ ഇത് വളരെ നിയർ ബൈ ആണ്, അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിലെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഇതേപോലെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഡയറക്ഷനിലാണ്. ഓക്കെ, അതായത് ഈ എൻ്റെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് ആയിട്ട് വരും. ഓക്കെ, അതായത് കറണ്ട് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് പുറകിൽ കൂടെ വന്നു. അതായത് നോക്കിയേ, കണ്ടോ, എൻ്റെ ഫേസിൽ നോക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദിസ് ഫേസ് ഈസ് നോർത്ത് ആൻഡ് ദിസ് ഫേസ് ഈസ് സൗത്ത് ആയിട്ട് വരും അല്ലേ. അങ്ങനെയാണ് നോർത്തിലൂടെ പുറത്തുകൂടെ വന്ന് സൗത്തിൽ നിന്നും അകത്തേക്ക്. ഓക്കെ, സൗത്തിൽ നിന്നും അകത്തേക്ക് അല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്, സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് അല്ലേ. ഈ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത് ഫസ്റ്റ് ഇൻഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇനിഷ്യലി മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് സെക്കൻഡറിയിൽ എന്ത് ചെയ്തു, ഇവിടെ കറണ്ട് പാസ് ചെയ്തപ്പോഴേക്കും സെക്കൻഡറിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. വിച്ച് മീൻസ് ദാറ്റ് ഇല്ലാത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആൻഡ് ദർ ബൈ അങ്ങനെയാണെങ്കിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യണം, ഡെഫിനറ്റ്ലി ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം എവിടെ, സെക്കൻഡറി കോയിൽ, ബിക്കോസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ത് ചെയ്യും, ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇതിലൂടെ വരും. ഓക്കെ, ആൻഡ് ദ ഗാൽനോമീറ്റർ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. എന്ത് ചെയ്യും, ഗാൽനോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കീ ഓൺ ചെയ്തു. ഇവിടുത്തെ കീ ഓൺ ചെയ്തപ്പോഴേക്കും ഈ കോയിലിലൂടെ, പ്രൈമറിയിലൂടെ, ഓക്കെ, കറണ്ട് സ്റ്റാർട്സ് ടു ഫ്ലോ ത്രൂ ദ പ്രൈമറി ആൻഡ് ദർ ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് in the primary and which induces a current in the secondary. Okay, and there is a magnetic field change and thereby a current is induced in the secondary. Clear ആണോ പറഞ്ഞത്. അപ്പം പ്രൈമറിയിൽ ഉണ്ടായ മേക്ക് ഓഫ് കറണ്ട്, ഇവിടെ ഞാനൊരു മേക്കിംഗ് ഓഫ് കറണ്ട് ഉണ്ടായത്, ഒരു കറണ്ടിനെ മേക്ക് ചെയ്തപ്പോഴേക്കും സെക്കൻഡറിയിൽ എന്ത് ചെയ്തു, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ആൻഡ് thereby the galvanometer shows a deflection. ഇങ്ങനെ ഇവിടെ മൂവിങ് പാർട്സ് ഇല്ലാണ്ട് ഒരു മേക്ക് ഓഫ് കറണ്ട് ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, നമുക്കൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇനി ഇതുപോലെ തന്നെ ഈ സ്വിച്ച് കംപ്ലീറ്റ് ടൈം ഓൺ ചെയ്ത് വെച്ചേക്കുക, എന്ത് സംഭവിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, ആദ്യം ഓൺ ചെയ്തപ്പം ഇവിടെ ഇല്ലാത്തൊരു ഫീൽഡ് വന്നപ്പം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഇനി സ്വിച്ച് ഓൺ തന്നെയാണ്, ഓക്കെ, സ്വിച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ പിന്നെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത കാരണം ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോസ് a deflection. That means when the key is keeping switch on,
okay, switch on position, then no current is induced in the secondary, which means that no change in magnetic field in this conductor, okay, in the secondary coil. Okay, then the second next condition എന്ന് പറയുന്നത് case എന്ന് പറയുന്നത് when the key is closed. Okay, on ചെയ്തു സ്റ്റഡി ആക്കി വെച്ചു, ആഫ്റ്റർ ദാറ്റ് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ ഓൺ ചെയ്തപ്പം കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു ആൻഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഇൻ സെക്കൻഡറി, റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം സ്റ്റേഷനായിട്ട് കീ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുവാണ്, കണ്ടിന്യൂസ്ലി ഓൺ ആണ്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ എന്തില്ല, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോസ് എനി ഡിഫ്ലക്ഷൻ. ഓക്കെ, വെൻ ദ കീ ഈസ് എന്താണ് kept in on position. Clear? Then next is when the key is open പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, അതായത് ക്ലോസ് മാറ്റിയിട്ട് ഓപ്പൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. when the key is in the open position, എന്താണ് പ്രത്യേകത, ഇവിടെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു, പെട്ടെന്ന് ഇല്ലാണ്ട് പോയി, അല്ലേ. ഇവിടുത്തെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതെ പോയാലും അപ്പോൾ എന്ത് സംഭവിച്ചു, ഉണ്ടായിരുന്ന ഫീൽഡ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ എന്താ സംഭവിക്കുക, ഇവിടെ കറണ്ട് എന്ത് ചെയ്യോ, ഇല്ലാണ്ടായി പോവല്ലേ ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഓൾസോ ഗെറ്റ്സ് റിവേഴ്സ്. ആ കേസിൽ എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വിച്ച് മീൻസ് ദാറ്റ് മേക്കിംഗ് ഓഫ് കറണ്ടിൽ ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഫ്ലോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബ്രേക്കിംഗ് ഓഫ് കറണ്ട് ഉണ്ടായപ്പം. അപ്പം ഇവിടെ മേക്ക് ആൻഡ് ബ്രേക്ക് ഉണ്ടായപ്പം മാത്രമേ എന്ത് ഇൻഡ്യൂസ് ചെയ്തുള്ളൂ, സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. ആൻഡ് വെൻ ദ കീ ഈസ് കെപ്റ്റ് സ്വിച്ച് ഓൺ, എന്ത് സംഭവിക്കില്ല, ഓൺ പൊസിഷനിൽ തന്നെ സ്റ്റേബിളായിട്ട് നമ്മൾ അവിടെ നിർത്തുവാണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി, ഇതിൽ മൂവിങ് പാർട്സ് ഇല്ല, മൂവിങ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഇവിടെ നമുക്കൊരു കറണ്ട് ഉപയോഗിച്ചും എന്ത് ചെയ്യാം, നേരത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കോയിലും തമ്മിലുള്ള റിലേറ്റീവ് മൂവ്മെൻറ്റ് വഴി ഉണ്ടാക്കുന്ന ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഒരു മേക്ക് ആൻഡ് ബ്രേക്ക് ഓഫ് കറണ്ട്, ഒരു കറണ്ട് വെച്ച് തന്നെ മറ്റൊരു കോയിലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു മേക്ക് ആൻഡ് ബ്രേക്ക് ഉള്ളപ്പോഴാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ പോയിന്റ്സ് എഴുതുമ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ് ഫസ്റ്റ് പോയിന്റ്, when there is a make of current in the primary coil, when there is a make of current in the primary coil, when there is a make of current in the primary coil, there is a change in magnetic field in the secondary, there is a change in magnetic field experienced in the secondary coil, and thereby a change in magnetic field is experienced by the secondary coil, and thereby a current is induced in the secondary coil, okay. Then second point എന്താ പറയണേ, when the key is kept switched on continuously, the galvanometer in the secondary does not shows any deflection, because there is no change in magnetic field in the secondary, okay. Then the third point എന്ന് പറയുന്നത്, when there is a breaking of current, അല്ലെങ്കിൽ when the key is switched off, or when there is a break of current in this primary, a current is induced in the secondary, but in the opposite direction of making of current, current induced in the time of making, but in the opposite direction of the making of current in the primary. Okay, making of current ഉണ്ടാവുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ ഡയഗ്രാം വരച്ചെടുത്തോളുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിൽ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് അടുത്ത പറയാനുള്ളത്. ഓക്കെ, ദെൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ.
ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇത്രയും നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്ട്രെച്ച് ദ തം, forefinger and the middle finger mutually perpendicular to each other such a way that എന്തായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഏതായിരുന്നു? ഫോഴ്സ് കണ്ടുപിടിക്കണം. such a way that the forefinger indicates the direction of magnetic field, middle finger indicates the direction of current, then the thumb will gives you the direction of force experienced on the conductor which is placed in magnetic field. magnetic field വെച്ചിരിക്കുന്ന കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വെൻ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതാണ് നമ്മൾ എന്തിലൂടെ കണ്ടുപിടിച്ചത്? തമ്പ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂളിലൂടെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോറി, ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൂളിലൂടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൂൾ. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയാം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? അപ്പം ഇവിടെ ഓൾറെഡി നമുക്ക് മനസ്സിലായി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നല്ലേ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അതുകൊണ്ട് ലാസ്റ്റ് പറയേണ്ടത് ആരെയാണ്? കറണ്ടിനെയാണ് നമ്മൾ ലാസ്റ്റ് പറയേണ്ടത്. ബാക്കിയുള്ളതായിരിക്കും നമ്മൾ ആദ്യം പറയേണ്ടത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഡിഫൈൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. സ്ട്രെച്ച് ദ തം, forefinger and the middle finger of your right hand mutually perpendicular to each other such a way that thumb indicates the direction of motion of the conductor or the force experienced on the conductor, or force on the conductor. Then the forefinger indicates the direction of magnetic field, then the middle finger will gives you the direction of current. അപ്പോൾ ലാസ്റ്റ് പറയേണ്ട ആരെയാ? കറണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം വരച്ചൊരു ഡയഗ്രം ഇല്ലേ, അതെടുത്ത് നോക്കാം. ഇവിടെ ഒരു നോർത്തും ഇവിടെ ഒരു സൗത്തും ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സൗത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ കണ്ടക്ടറിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടക്ടറിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് എനിക്കറിയാം, ഡയറക്ഷൻ അറിയാം. ദെൻ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അറിയാം. ഇവിടെ നിന്ന് ഇൻ ടു ദ ബോർഡ് ആൻഡ് ഇരിക്കുന്ന പൊസിഷൻ സൗത്ത് നോർത്ത് പൊസിഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഇനി താഴോട്ടാണോ മേളോട്ടാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിയേ, എന്തുപയോഗിക്കണം? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? നോക്കിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിങ്ങളുടെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഓക്കെ, മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റ് അല്ലേ, നോർത്ത് സൗത്ത്. ദെൻ മോഷൻ എങ്ങടെ? കണ്ടക്ടറിൻ്റെ ഫോഴ്സ് ഇതല്ലേ, കണ്ടക്ടറിൻ്റെ മോഷൻ അഥവാ ഫോഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ വരണം അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ. ദെൻ അപ്പോൾ ഫോഴ്സ് ഉള്ളിലേക്ക് ഇൻ ടു ദ പേജ് അഥവാ കണ്ടക്ടറിൻ്റെ മോഷൻ ഇൻ ടു ദ പേജ്. ഓക്കെ, ദെൻ ഇത് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. ദെൻ നോക്കി അടിയിലെ ഫിംഗർ നോക്ക്, ഇതെങ്ങടെ കാണിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദാറ്റ് എങ്ങനെയാണ്? താഴേക്ക് അല്ലേ, വിച്ച് മീൻസ് ദാറ്റ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഈസ് ഇൻ എന്താണ്? ഡൗൺവേർഡ്, വിച്ച് ഈസ് ഇൻ ദ downward direction. So നോക്കി, conductor is moving inwards, magnetic field is from left to right, and the current induced in the coil is in the downward direction. So current എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി കോയിൽ ഔട്ട്സൈഡിൽ നിന്നും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൈഡിൽ നിന്നും ഔട്ടിലേക്ക് വരുവാണ്, പുറത്തു നിന്നും അകത്തു നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യാണ്. അകത്തു നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി മൂവ്മെന്റ് എങ്ങടാ? ഔട്ട്സൈഡ്, റൈറ്റ്? കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കി. ഓക്കെ, സോ ദ കറണ്ട് നോക്കി, അപ്വേർഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരുന്നേനെ? അപ്വേർഡ്. സോ മോഷൻ ഇൻ ടു ദ ബോർഡ് ആയപ്പോഴേക്കും ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോർഡ് ആണ്. വെൻ ദ കണ്ടക്ടർ ഇസ് മൂവിങ് ഔട്ട് ഓഫ് ദ ബോർഡ് ആണെങ്കിലോ വിച്ച് മൂവ് അപ്വേർഡ്സ്. ഓക്കെ, കറണ്ട് ഇസ് മൂവിങ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇസ് മൂവിങ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എല്ലാവരും എഴുതിക്കോളുക. സ്ട്രെച്ച് ദ തം, forefinger and middle finger of your right hand mutually perpendicular to each other such that the the thumb indicates the direction of motion of the conductor or force. Thumb indicates the direction of motion of the conductor. Forefinger indicates the direction of magnetic field. The forefinger indicates the direction of magnetic field. Then the middle finger will gives you the direction of current induced. Okay, അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നിന്നും ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടറും റൈറ്റ് ഹാൻഡ് റൂളിൽ നിന്നും കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വിച്ച് ഇസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡുമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ ഡിഫറൻസും അറിഞ്ഞിരിക്കണം. ദെൻ ഡയഗ്രാം ഒക്കെ വരച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി നിൽക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക.
ഓക്കെ ദെൻ ബൈ.